മാന്യ പ്രേക്ഷകർക്ക് ജാതക വിശകലനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് മംഗല്യസ്ഥാനം, ദാമ്പത്യാധിപത്യ സ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു എപ്പിസോഡാണ്. ഞാനിതിൽ കൂടുതലായിട്ട് വിവാഹാദി കാര്യങ്ങളെക്കുറിച്ചുള്ള ജാതകങ്ങൾ പറയുന്നത് കാരണം എനിക്ക് വരുന്ന ഗ്രഹനിലകളിൽ ജാതകങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഡിവേഴ്സ്, കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് കൂടുതലായി കൺസൾട്ടിങ്ങിന് വരുന്നത്. ഇതങ്ങനെ ഒരാളുടെ എനിക്ക് വന്നിട്ടുള്ള ജാതകമാണ്. അത് നമുക്ക് വിശകലനം ചെയ്യാം. 24/8/1980 8:15 PM ജനിച്ച ഒരു പുരുഷന്റെ ജാതകമാണ്. ഉത്രട്ടാതി നക്ഷത്രം. ആ ആളുടെ ഗ്രഹനിലയാണ് ഈ കുറിച്ചിരിക്കുന്നത്. നീല അക്ഷരത്തിൽ പുറത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നവാംശക സ്ഥിതികളാണ്. നമുക്ക് ലഗ്നത്തെക്കുറിച്ച് തന്നെ നോക്കാം. ലഗ്നം 1, 2-ലും 3-ലും ഒന്നുമില്ല. 4 ശുക്രനും സർപ്പനും, 5 ഗുരു ഗുളികൻ, 6 ആദിത്യൻ, ശനി ബുധൻ, 7 ചൊവ്വ, 8-ലും 9-ലും ശൂന്യം, 9 കേതു, 10 ശൂന്യം, 12 ചന്ദ്രൻ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹനില, ഗ്രഹസ്ഥിതികൾ. ഇവിടെ നമുക്ക് മംഗല്യസ്ഥാനം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ലഗ്നാൽ 7-ാം സ്ഥാനം മംഗല്യസ്ഥാനത്തെക്കുറിച്ച് ആണ് ചിന്തിക്കുന്നത്. അതായത് ലഗ്നത്തിൽ നിന്ന് 1 എണ്ണി 1, 2, 3, 4, 5, 6, 7. ലഗ്നത്തിൽ നിന്ന് 1 എണ്ണി 7 എത്തുമ്പോൾ 7 ചൊവ്വ. അപ്പോൾ എന്താണ്, ഈ ചൊവ്വ നിൽക്കുന്ന ആളിന് സമാന പാപ ചിന്തകളൊന്നും ഇല്ല എങ്കിൽ ദാമ്പത്യ ജീവിതം ഏറെ കണ്ട് ബുദ്ധിമുട്ടായിരിക്കും. കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അത് തന്നെയാണ്. ഇദ്ദേഹം ഡിവേഴ്സായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് കുടുംബ ജീവിതത്തിന് വലിയ പ്രശ്നങ്ങളോടെയൊക്കെ അതിജീവിച്ച് അത് വ്യവഹാരങ്ങളിലേക്കൊക്കെ പോയിട്ട് ഗുണകരമല്ലാത്തൊരു ദാമ്പത്യം, അത് കോടതി ഒക്കെ ഇതിലേക്ക് പോയി നിയമപരമായി ഡിവേഴ്സായ ഒരാളുടെ അത് എന്തുകൊണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞോളൂ, ലഗ്നത്തിൽ 7-ാം ഭാവം മംഗല്യസ്ഥാനത്തിൽ ചൊവ്വ. 7-ാം ഭാവാധിപൻ ആരാണ്? ശുക്രൻ. ആ ശുക്രൻ സർപ്പനുമായി യോഗം ചേർന്ന് നിൽക്കുന്നു. അപ്പോഴെന്താണ്, കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന ശുക്രൻ അത്രയേറെ കണ്ട് ഗുണകരമല്ല. 7-ാം ഭാവാധിപൻ എന്ത് സംഭവിച്ചു? കർക്കിടകൻ രാശിയിൽ രാഹുവുമായി, ബലമുള്ള രാഹുവുമായി യോഗം ചേർന്ന് നിൽക്കുന്നു. കൂടാതെ അവിടെ എന്തുണ്ട്? ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടിയുമുണ്ട്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. ലഗ്നത്തിൽ 7 ചൊവ്വ, 7-ാം ഭാവാധിപനായ ശുക്രൻ സർപ്പനുമായി യോഗം ചേർന്ന് കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നു. ഗുളിക ദൃഷ്ടി കൂടിയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഭാവങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ സമഭാവ ചിന്തകളൊന്നും എടുക്കാത്ത പാർട്ണറുടെ ജാതകമാണ് എങ്കിൽ അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഡിവേഴ്സിലേക്ക് പോയി, കലഹത്തിലേക്കൊക്കെ പോയി. ഇനി ശുക്രൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ, കർക്കിടകൻ രാശിയുടെ അധിപൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ചന്ദ്രൻ. ആ ചന്ദ്രൻ എന്താണ്? ലഗ്നാൽ 12-ൽ നിൽക്കുന്ന ശുഭഗ്രഹങ്ങളൊന്നും തന്നെ ഗുണകരമല്ല. 6, 8, 12 രാശികളിൽ നിൽക്കുന്ന ശുഭഗ്രഹങ്ങളൊന്നും തന്നെ അതിന് ഗുണങ്ങളെ പ്രദാനം ചെയ്യാൻ സാധിക്കില്ല. ചന്ദ്രൻ എന്താണ്? മാതൃകാരകനാണ്. മനസ്സിൻ്റെ കാരകഗ്രഹം കൂടിയാണ് ചന്ദ്രൻ. അപ്പോഴാ ചന്ദ്രൻ 12ലേക്ക് നിൽക്കുന്നു, ഗുണകല്ലാത്തൊരവസ്ഥയിലേക്ക് നിൽക്കുന്നു അദ്ദേഹത്തെ, ജാതകത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എന്താണ്, മാനസികമായിട്ട് വലിയ സ്ട്രഗിളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, കലഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്താണ്, 7-ാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപനാണ് ചന്ദ്രൻ 12-ൽ. അത് മനസ്സിൻ്റെ കാരകഗ്രഹം കൂടിയാണ്. ഇനി ഈ ചന്ദ്രനിലേക്ക് എന്ത് ദൃഷ്ടിയുണ്ട് നോക്കാം. സൂര്യനും ശനിയും ബുധനും ദൃഷ്ടി ചെയ്യുന്നു. ബുധന്റെ കാര്യം ഒഴിവാക്കിയാൽ സൂര്യനും ശനിയും ഒരുമിച്ച് ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്നു. അതും ഗുണകരമല്ല. കൂടാതെ സർപ്പന്റെ 9ാമത്തെ ദൃഷ്ടിയുമുണ്ട്. അതും ഗുണകരമല്ല.
അപ്പോൾ മാനസികമായിട്ട് ദാമ്പത്യ പ്രശ്നങ്ങൾ, കലഹം, പ്രശ്നങ്ങളൊക്കെ ആയി നിയമപരമായ കാര്യങ്ങളിലൊക്കെ എത്തി ഇദ്ദേഹം ഡിവേഴ്സ്ഡായി പോയി. 2, ഇദ്ദേഹത്തിൻ്റെ 5ാം ഭാവത്തെ കൂടി നമുക്ക് ചിന്തിക്കണം. കാരണം എല്ലാ കാര്യങ്ങളിലും മനസ്സിൻ്റെ സ്ഥാനം വളരെ പ്രധാനമാണ്. 1, 2, 3, 4, 5ാം ഭാവാധിപൻ സിംഹീര രാശി, സൂര്യരാശി, അതിൻ്റെ അധിപൻ സൂര്യൻ അഥവാ രവി. അത് 6ൽ നിൽക്കുന്നു. 6ൽ ആരോട് നിൽക്കുന്നു? ശത്രുവായ ശനിയോടൊപ്പം യോഗം ചേർന്ന് നിൽക്കുന്നു. അപ്പോഴെന്താണ്? ഇത് കർക്കശ ബുദ്ധി അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധി, ഒരാൾക്കും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്തൊരു മാനസിക നിലവാരമുള്ള ഒരാൾ. അത് ഇവർ രണ്ടുപേരും എന്താണ്? ചന്ദ്രനിലേക്ക് ദൃഷ്ടിയും ഉണ്ട്. കൂടാതെ നവാംശക സ്ഥിതി കൂടി നമുക്ക് എടുക്കാം. നവാംശക സ്ഥിതിയിൽ സൂര്യനും ശനിയും ഒരുമിച്ച് നിൽക്കുന്നു. അതോടൊപ്പം ഗ്രഹനിലയിലെ ശുക്രനും സർപ്പനും ഒരുമിച്ച് നിൽക്കുന്നത് പോലെ നവാംശകത്തിലും ശുക്രനും സർപ്പനും കൂടി ഒരുമിച്ച് നിൽക്കുന്നു. ഗുളികനാവട്ടെ ആ രാശിയിൽ എങ്ങനെ? അതും നവാംശകത്തിൽ ചിങ്ങം രാശിയിൽ നിൽക്കുന്നു. ഇനി ഇതിനെയൊക്കെ സോൾവ് ചെയ്യാൻ നമുക്ക് ബൃഹസ്പതി അഥവാ വ്യാഴഗ്രഹത്തിൻ്റെ ഗുണം കൂടി നമുക്ക് ഉണ്ടാവണം. ആ വ്യാഴഗ്രഹത്തിന് എന്ത് സംഭവിച്ചു? ഗുളിക യോഗത്തോടു കൂടി നിൽക്കുന്നു. അപ്പോൾ ഗുളിക യോഗത്തോടു കൂടി നിൽക്കുന്ന വ്യാഴൻ എവിടെ ദൃഷ്ടി ചെയ്താലും ഒരു ഗുണങ്ങളെയും ഇദ്ദേഹത്തിന് ചെയ്യുവാൻ സാധിക്കില്ല. അപ്പോൾ ദൈവാധീനത്തിൻ്റെ ഗുണങ്ങളൊക്കെ തന്നെ കുറച്ച് കുറഞ്ഞു പോയൊരവസ്ഥ ഉണ്ട്. അപ്പോൾ വലിയ കലഹങ്ങളും പ്രശ്നങ്ങളുമായി ഡിവേഴ്സായ ഒരാളുടെ വ്യക്തി ജീവിതമാണ്. ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില നമുക്ക് പരിശോധിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ട് എന്ന്. ദാമ്പത്യ പൊരുത്ത സ്ത്രീകളൊന്നും തന്നെ, പൊരുത്തങ്ങളൊന്നും തന്നെ ഗുണകരമായിട്ടല്ല ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ എടുത്ത് പാർട്ണറുടെ ജാതകവുമായി സമഭാവ ചിന്തകളും തന്നെ ഉത്തമ പൊരുത്തമാക്കി എടുത്തിട്ടുമില്ല. അങ്ങനെ വരുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഏറെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. കലഹം, സൂര്യനും ശനിയും ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട്, 5ാം ഭാവാധിപനായ സൂര്യനും ശനിയും ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് സൂര്യനോടൊപ്പം ശനി ഇദ്ദേഹം നിർബന്ധ ബുദ്ധി. ആ 2 ഗ്രഹങ്ങളും മനസ്സിൻ്റെ കാരകഗ്രഹമായ ചന്ദ്രനിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. 7ാം ഭാവാധിപൻ ശുക്രൻ എന്താണ്? രാഹുവുമായി യോഗം ചേർന്ന് ഗുളിക ദൃഷ്ടിയുമായി നിൽക്കുന്നു. ഗുരുവാകട്ടെ സോൾവ് ചെയ്യുന്ന ഗുരു, ദൈവാധീനമുള്ള ഗുരു അല്ലെങ്കിൽ ബൃഹസ്പതി വ്യാഴഗ്രഹം ഗുളിക യോഗത്തോടു കൂടി നിൽക്കുന്നു. അത് ഗുണകരമല്ല. നവാംശകത്തിലും അത്യാവശ്യം ബലത്തോടു കൂടി ഈ പറഞ്ഞ ഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഡിവേഴ്സിലേക്ക് പോയി. ഇനി ഇദ്ദേഹത്തിൻ്റെ ദശാകാലം കൂടി എടുക്കാം. ശുക്രദശയാണ്. ശുക്രൻ തന്നെ ആരാണ്? 7ാം ഭാവാധിപനാണ്. 7ാം ഭാവാധിപനായ ശുക്രൻ എന്താണ്? 15/9/2014 മുതൽ 15/9/2034 വരെ, അതായത് 20 വർഷക്കാലം ഇദ്ദേഹത്തിന് ഉണ്ട്. ആ ശുക്രനിൽ വ്യാഴദശയാണ് അംശീകരിച്ചിരിക്കുന്നത്. 14/11/2024 മുതൽ 16/7/2027 വരെ വ്യാഴനാണ്. ഈ വ്യാഴനൊരു ഗുണവും ഇദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണ്? ഗുളിക യോഗത്തോടു കൂടി നിൽക്കുന്ന വ്യാഴൻ. ശുക്രനാകട്ടെ സർപ്പയോഗത്തോടു കൂടി നിൽക്കുന്നു. ഗുളിക ദൃഷ്ടിയുമുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ശുക്രൻ ദാമ്പത്യ ദേവതയാണ്, ദാമ്പത്യ കാരക ഗ്രഹമാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ജാതകൻ ഡിവേഴ്സിലേക്കൊക്കെ പോയി. ഇപ്പം ഇനി ഒരു വിവാഹമൊക്കെ നടക്കണമെങ്കിലും പ്രത്യേകിച്ച് എന്താണ്? ശ്രദ്ധിച്ച് സമഭാവ ചിന്തകളൊക്കെ എടുത്തിട്ട് മാത്രമേ വിവാഹ കാര്യങ്ങളിലേക്ക് പോകുവാൻ പാടുള്ളൂ എന്ന് അദ്ദേഹത്തോട് ഞാൻ കൺസൾട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇല്ല എങ്കിൽ വീണ്ടും വെല്ലുവിളികൾ. ഇദ്ദേഹം വിട്ടുവീഴ്ചകളൊന്നും ചെയ്യാത്ത, നേരത്തെ പറഞ്ഞുവല്ലോ, സൂര്യൻ 5ാം ഭാവാധിപൻ സൂര്യനായി വരികയും ചിങ്ങൻ രാശിയാവുകയും അത് ശനിയുമായി യോഗം ചേർന്ന് നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. പ്രത്യേകിച്ച് ദാമ്പത്യ കാര്യങ്ങൾ, ദാമ്പത്യവും മനസ്സുമായിട്ട് ഒരുപാട് ഇന്റർ കണക്ഷൻ ഉണ്ട് ജാതകത്തിൽ. അപ്പം അങ്ങനെയൊക്കെയാണ് ഉള്ള ജാതകമാണ് ഈ വ്യക്തി ഡിവേഴ്സിലേക്ക് പോയി. ഇനി വിവാഹമൊക്കെ നോക്കണമെങ്കിലും സമഭാവ ചിന്തകൾ എടുത്തില്ല എങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യും. ഇത് ഓരോ വ്യക്തികളുടെയും ജാതകങ്ങളാണ് ഇങ്ങനെ വിശകലനം ചെയ്ത് പറയുന്നത്. ഓക്കെ.